നിലവിൽ ഉണ്ടായിരുന്ന റോഡ് നവീകരണ പ്രവൃത്തിയുടെ പേരിൽ പൂർണ്ണമായും കുത്തിപ്പൊളിച്ചിട്ടു. ഇതിനെ തുടർന്ന് ഇപ്പോൾ വാഹന യാത്രകൾക്കും കാൽനട യാത്രികർക്കും ദുരിതമായി മാറിയിരിക്കുകയാണ് തൂക്കുപാലം ശാന്തിപുരം റോഡ്. നിർമ്മാണ സാമഗ്രികളുടെ അപര്യാപ്തതയാണ് നിർമ്മാണ പ്രവൃത്തികൾ ഇഴയുവാൻ കാരണമെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വിശദീകരണം. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പഴയ റോഡ് പൊളിച്ചു നീക്കിയിട്ട് മാസങ്ങൾ പിന്നിട്ടു. വേനൽക്കാലം രൂക്ഷമായതോടുകൂടി കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളും പൊടിപടലങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നതിനൊപ്പം റോഡിൽ മിറ്റലുകൾ ഇളക്കി മാറ്റിയ ഭാഗം ഇരുചക്ര വാഹന യാത്രികർക്കും പേടി സ്വപ്നമായി മാറുകയാണ്. ഭയങ്കര പാടുകളാണ് വണ്ടി പോകുന്നതിന്, ഫ്രണ്ട് പണിയെല്ലാം വരുവാണ്. അതുകൊണ്ട് ഇപ്പം പകുതി ആൾക്കാർ ഇപ്പം ഓട്ടോ ഓടിക്കുന്നില്ല. ഓട്ടോയ്ക്കാണ് കൂടുതൽ പണി വരുന്നത്. സ്കൂട്ടർക്ക് വരുന്ന രീതിക്ക് ഞങ്ങളുടെ വീടിന്റെ പടിക്കയിൽ ഒരു സ്കൂട്ടർ വന്ന് വീണു പടവെന്നും പറഞ്ഞു. അത് ഇന്നിപ്പോയി മറ്റേ ഇത് ഉരുണ്ട കല്ലിനകത്ത് കയറിയതാ. പൊതുമരാമത്ത് വകുപ്പ് 10,45,00,000 രൂപ ചിലവിൽ നിർമ്മിക്കുന്ന 7 കിലോമീറ്റർ ഹൈവേ ഡിസംബറിൽ നിർമ്മാണം ആരംഭിച്ചിട്ടും പൂർത്തിയാക്കാത്ത അവസ്ഥയിലാണ്. തമിഴ്നാട്ടിൽ നിന്നും പൊതുമരാമത്ത് കോൺട്രാക്ടർക്ക് മെറ്റീരിയലുകൾ കിട്ടാത്തതിനാലാണ് റോഡ് പണി മന്ദഗതിയിലാകുന്നതെന്ന് അധികൃതർ പറയുന്നു. ഇതോടുകൂടി ദുരിതത്തിലായിരിക്കുന്നത് ഓട്ടോ ഡ്രൈവർമാർ അടക്കമുള്ള ആളുകളാണ്. ഈ പുതിയ വണ്ടിയൊക്കെ ഇപ്പൊ കിടന്ന് ഗുണാന്ന് അടിക്കാൻ തുടങ്ങി. ഇതിപ്പം ബാലഗ്രാമിന് ഓട്ടം പോകുന്നില്ല, കൂട്ടാർ ഓട്ടം പോകുന്നില്ല. ലോങ് ഒക്കെ ആണെങ്കിലേ ഞങ്ങൾ അങ്ങോട്ട് ഉള്ള കേസ് പിടിക്കുന്നുള്ളൂ. ഒരു തരത്തിൽ സാധാരണ രീതിയിൽ താരക്കെന്ന് പറയുമ്പോൾ മിറ്റിലും ചിപ്സും എല്ലാം കൊണ്ട് ഇറക്കി നേരത്തെ മുൻകൂർ സ്റ്റോക്ക് ചെയ്യും. ഇതൊന്നും ചെയ്യാതെ ഓടി ഇങ്ങോട്ട് വന്ന് പൊളിച്ചം കെട്ടു. ഇപ്പം കൂട്ടാർ എന്ത് തുടങ്ങിയിട്ടുണ്ട് ഉറപ്പിക്കാനായിട്ട്. മിറ്റിലിട്ട് വെള്ളം അടിച്ച് റോളർ ചെയ്യുന്നുണ്ട്. ഇത് എന്ന് തീരും, എങ്ങനെ തീരും, ആരും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. ഞങ്ങൾക്ക് കടുത്ത അമർഷമുണ്ട്. ഞങ്ങളൊക്കെ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്നവരാ, മനസ്സിലായോ? തമിഴ്നാട്ടിൽ മെറ്റീരിയലുകൾ കൊണ്ടുവരുന്ന ലോറികൾക്ക് പാസ് നൽകാത്തതിനാലാണ് ടാറിംഗ് മെറ്റീരിയലുകൾ ഉൾപ്പെടെ പലതും കേരളത്തിൽ എത്താത്തതെന്നും സാധനങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് റോഡ് നിർമ്മാണം പുനരാരംഭിക്കുമെന്നും പൊതുമരാമത്ത് അധികൃതർ വ്യക്തമാക്കുന്നു. എന്നാൽ പിന്നെ നിർമ്മാണ സാമഗ്രികൾ എത്തിച്ച ശേഷം റോഡ് കുത്തിപ്പൊളിച്ചാൽ മതിയായിരുന്നില്ല എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.